അല്ല ഗൈസേ രേണുസുതിക്ക് പ്രാന്താണ് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞ് ദയാച്ചു കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശം? ബിഗ് ബോസിൽ രേണുസുതി എത്താൻ പോവാണ്, കൺഫേമാണ് ഏകദേശം അല്ലേ എന്നൊരു ലെവലിൽ ആയപ്പോൾ കുരു പൊട്ടിയിറക്കുകയാണോ? എന്താണ് കാണിക്കണത്? സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേണുസുതി. അതാണ് രേണുസുതിക്ക് മാനസിക രോഗമാണ് അങ്ങനെ. എന്താ അത് അവതരിപ്പിച്ച രീതി കാണണം. അതായത് രേണുസുദീനെ ഇനി ഞാനൊന്നും പറയില്ല, അവർക്ക് ഡിപ്രഷനാണ്, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ദയാച്ചുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിന് ഡിപ്രഷനാണ്, മൂപ്പരന്ന് വയലൻ്റ് ആയിട്ടുണ്ട്, അങ്ങനെയാണ്, അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സാധനം പറഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ ആയിരിക്കും രേണുസുതിക്ക് എന്നുള്ളൊരു രീതിയിലാണ് അവർ അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മാനസിക രോഗമുള്ള ആളുകളെ ബിഗ് ബോസിലേക്ക് എടുക്കൂലല്ലോ. അപ്പോൾ ബിഗ് ബോസിലേക്കുള്ള രേണുസുതിയുടെ എൻട്രി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. എന്ത് തേകയാണ് നിങ്ങളാ സീര തളിച്ചേക്ക് എമ്മാതിരി കുരുപൊട്ടലാണ്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ലെന്ന് എന്താ പറഞ്ഞത്? എമ്മാതിരി അസൂയയാണ്. ഹേയ് ഇപ്പം എന്തായാലും രേണുസുതി രംഗത്ത് വന്നിട്ടുണ്ട്. രേണുസുതി പറയുന്നുണ്ട് അവർക്ക് ഭ്രാന്തൊന്നുമില്ല, അവർ എന്താ ഹോമിയോ ഗുളിക എന്തോ ചെറുതായിട്ട് കഴിച്ചിരുന്നു. അവർ മറ്റേ കുട്ടീനെ പ്രസവിച്ച സമയത്ത് ഉറക്കമൊന്നുമില്ല വേണ്ട രീതിയിൽ കിട്ടാതിരുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ, വട്ടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ജന്താണ് തയ്യാച്ചത് കുറേ ഇത് തുടങ്ങിയിട്ട്. ഇതേ രേണുസുദീനെ പലരും ഇങ്ങനെ പേടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്താ വീണാസുതി ബിഗ് ബോസിലേക്ക് വരണം, രേണുസുതിക്ക് നല്ല എന്താ തിരിച്ച് മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കളി എന്തോ ഇതിനിടയിൽ കൂടെ നടക്കേണ്ടി തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു വീണാസുദീനെ താങ്ങി പിടിച്ചുകൊണ്ട് ആൾക്കാർ വരണത്. അഞ്ഞ അതാണോ? അങ്ങനെ സംശയിക്കാതിരിക്കാൻ തരവില്ല. എന്താ ചെയ്യുക, രേണുസുദീനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒതുക്കി കെട്ടണം എന്നുള്ള ഒരു ലെവലിലാണ് തോന്നുന്നത്. അതേപോലെ തന്നെ അനുവിനെ മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് രേണുസുതിക്ക് അഹങ്കാരമാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവിടെ. അനു സ്റ്റാർ മാജിക്കിൽ അനു അല്ലേ? എന്ത് കഷ്ടമാണ്. അതേപോലെ ഇങ്ങനെ രേണുസുതിക്കെതിരെ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പൊക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവരും ബിഗ് ബോസ് വന്നിട്ട് രേണുസുദീനെ ഇങ്ങോട്ട് ഒതുക്കി കെട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കും അത് ചെയ്യേണ്ടായിരിക്കുക. എന്ത് കഷ്ടം തന്നെ മൊയിലാളി, കഷ്ടം തന്നെ. മറ്റേ പറഞ്ഞൊരു സത്യം പറയാലോ, മൊയിലാളി ഒരു ഇത് പറഞ്ഞ മാതിരി മൊയിലാളിമാർ കുറേ മൊയിലാളിച്ചിമാർ വന്നിട്ടുണ്ട്. എന്താ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. പിന്നെ എനിക്കതിൽ സന്തോഷം എന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ തോന്നിയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ രേണുസുതിക്ക് കുറേ പ്രപ്പോസലുകൾ വരുന്നുണ്ട്. പക്ഷെ അവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം അല്ലേ. അതുമാതിരി അവരൊരു ഫ്രെയിം കണ്ടിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ കുറേ കാശുണ്ടാക്കും സിനിമയിൽ അഭിനയിച്ചിട്ട്, ആൽബത്തിൽ അഭിനയിച്ചിട്ട്, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചെന്ന് തോന്നിയുകൊണ്ട്, ബിഗ് ബോസിൽ പോയിട്ടെന്നൊക്കെ തോന്നിയുകൊണ്ട് വരുന്ന കുറേ കള്ളന്മാരായിരിക്കാം. രേണുസുതിയിലൊന്നും പെടരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പിന്നെ എന്താ പറഞ്ഞത്, എന്തായാലും രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചീത്തവിളി തെറിവിളിയാണ്, അവരെ ബോഡി ഷെയിം ചെയ്യുക, അതൊക്കെയാണ് കുറച്ച് ആളുകളുടെ പരിപാടി. എന്തായാലും രേണുസുതി അവർക്കും വേണ്ട ഒരു കൂട്ട്, പാവം അല്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ട് ജീവിക്കണം എന്നാലോചിക്കുക. ഒരു മാതൃകയാണ് രേണുസുതി, അതിലൊന്നും ഒരു സംശയമില്ല. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഒരു മാതൃകയാണ്. ഇത്രയും പുള്ളിയും നേരിട്ടിട്ടും അവർ കുടുംബം നോക്കി അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പണിയെടുക്കുന്നുണ്ടല്ലോ, അത് വലിയ സംഭവമല്ലേ. എന്തൊക്കെയാണ് ഈ രേണുസുദീനെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഒന്നല്ലെങ്കിൽ ഓവർ സദാചാരം, അല്ലെങ്കിൽ കള്ളത്തരം, കുലസ്ത്രീ ചമയിൽ അല്ലേ, കുലസ്ത്രീയും കുലപുരുഷനും ചമയിൽ. അതേപോലെ തന്നെ വേറൊരു സംഗതി ബോഡി ഷെയിം ചെയ്യുക അല്ലേ, അങ്ങനെ എന്തൊക്കെ സംഗതികളാണോ അത് സഹിക്കണില്ല തോന്നണം. അതിൻ്റെ താഴെ വേറെ വല്ല വരുന്നത് എന്താ, ഒരു ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കുറേ ടീംസ്. എന്ത് ലോകമാണ് ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളു തോന്നിട്ട്. ഇങ്ങനെ ഒരാൾ നന്നാവണത് തീരെ സഹിക്കായിട്ടുള്ള ഗോസിപ്പ് സാരകൾ പരിപാടികളൊക്കെ അല്ലേ. എന്താ ചെയ്യുക. എന്തായാലും രേണുസുതി ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരാൾ വരികയാണെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഡൗട്ടൊരു കൂട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രേണുസുതി എങ്ങോട്ടാണ് പോണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്ന ആളുകളോട്, ചിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, അതെന്താ ചിരിക്കാത്തത്, അതെന്താ ചിരിക്കണത്, അതെന്താ കരയണത്, അതെന്താ കരയാത്തത്, ഒക്കെ നോക്കി രേണുസുതിയുടെ എക്സ്പ്രഷൻ ഇതൊക്കെ നോക്കിക്കൊണ്ട് കുറേ ടീംസ് അവർ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. ഇവർക്ക് ഒരു പടിയില്ല, ഇതാണ് മനസ്സിലാവാത്തത്. എന്തായാലും രേണുസുതി ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ടീമാർ കണ്ട് രേണുസുതിനെ സപ്പോർട്ട് ചെയ്തിട്ട്. എന്താ രേണുസുതി എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യൊന്നുമില്ല. എന്താ അങ്ങനെ ഉണ്ടോ? നമ്മളൊരു ടീമായിട്ട് ഇറങ്ങുന്നുണ്ട്, വായിക്കോ, ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കൂട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബിഗ് ബോസിൽ ഏറ്റവും അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാവുന്ന ഒരാൾ രേണുസുതി തോന്നും. കാര്യം എന്താ വെച്ചാൽ അവരൊരു കോൺഫിഡൻസ്, അവരൊരു ബോൾഡ്നെസ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രേണുസുതിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിലേ അയ്യോ ഇപ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കില്ലേ. അതായത് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ പോകണമെങ്കിലേ, ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം അല്ലേ. അപ്പോൾ എന്തായാലും രേണുസുതി കൊല്ലം ചിലപ്പോൾ വിന്നറാവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആക്കണം. അതിൻ്റെ പരമാവധി അതായത് എന്തപ്പത് ഇങ്ങനെ ഉണ്ടോ പരിപാടി. ഈ ആളുകൾ ഇതിങ്ങനെ സംസാരിക്കുന്ന ഒരു ബേസിക് ലോജിക്ക് മനസ്സിലാവണില്ല. അതായത് ഒരാൾ
ഈ കിനാവും കണ്ണീരും കരച്ചിലല്ലാണ്ട് അവർ അവരുടേതായ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വരുമ്പോൾ ആളുകൾക്ക് എന്താണ് ഇത്ര കുരുവൊട്ടണത് മനസ്സിലാവും. സദാചാരം വെച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, അത് ചെയ്തു ഇത് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. ഇതിപ്പോൾ ആൾക്കാർ വിചാരിക്കണവർ ജീവിക്കാൻ പറ്റുമോ? എന്തായാലും ഗൈസ് അടിപൊളിയാണ്. രേണുസുതി അടിപൊളി. രേണുസുതി ഞങ്ങളുടെ മുത്തുമണി, ഞങ്ങളുടെ ചക്കരക്കുട്ടി, ഞങ്ങളുടെ ചക്കരമണി ചേച്ചി അല്ലേ, ഉഷാറ് രേണുസുതി. ഞങ്ങളുടെ ചങ്കത്തിയാണ് രേണുസുതി. രേണുസുതി ചങ്കിലാണ് അല്ലേ.